നമസ്കാരം. യുദ്ധം ഇങ്ങനെ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തത്വം ആണ് ഇപ്പോൾ ലോകം മുഴുവൻ ഭരിക്കുന്നത് തന്നെ. സ്യൂട്ടബിൾ അല്ലാത്ത ആൾക്കാർ ഈ ഭൂമുഖത്ത് തന്നെ വേണ്ട എന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്നും ഈ സാമ്രാജ്യത്വവാദികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഒരു മാനുഷിക പരിഗണന വേണ്ട, സമയവുമില്ല, ഫീബിളായിട്ടുള്ള വീക്കായിട്ടുള്ള ആൾക്കാരെ പരിഗണിക്കേണ്ടത് പോലുമില്ല എന്നതാണ് അവരുടെ വിശ്വാസം. അതിലാണ് അവർ വിശ്വസിക്കുന്നത് തന്നെ. അതിലെന്താ തെറ്റ്? വലിയ മീൻ ചെറിയ മീനെ വിഴുങ്ങോലോ എന്നതാണ് അവർ പറയുന്നതും ഇമ്പാർട്ട് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ തന്നെ. കൈക്കൂലി വാങ്ങിയാലും എന്ത് കൊള്ളരുതായ്മ ചെയ്താലും പൈസ ഉണ്ടാക്കുക, അധികാരത്തിലിരിക്കുക, ഗ്ലിറ്ററിൽ നിൽക്കുക, പളപളപ്പിൽ നിൽക്കുക, ഇതൊക്കെയാണ് ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ എന്ന് മാതൃകയാകേണ്ട വ്യക്തിത്വങ്ങൾ തന്നെ ഒരു സമൂഹത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. യാതൊരു വക തത്വദീക്ഷയും ഇല്ലാത്ത രാഷ്ട്രീയമാണ് നമ്മുടെ ഇന്നത്. ഇത് അതിൻ്റെ സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒരുപടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സർവനാശമായിരിക്കും ഫലം. എത്തിക്സ് ഇല്ലാത്ത കച്ചവടമാണ്. എഡ്യൂക്കേഷനും അതുപോലെ തന്നെ മനസാക്ഷി ഇല്ലാത്ത വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ തന്നെ ക്യാരക്ടർ മോൾഡിങ്ങിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഒരു അവലംബം വേണമല്ലോ, അത് ഒരു മനുഷ്യന് ഇല്ലാതായി. എന്തിന് ദിവ്യത്വം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ദൈവത്തെ അല്ല ഇപ്പം അവരൊക്കെ തന്നെ ആരാധിക്കുന്നത് തന്നെ, സാത്താനെയാണ്. സാത്താൻ വർഷിപ്പ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ദൈവവും മാമോനും ഒരുമിച്ച് പോവുകയില്ല. അപ്പോൾ ധനത്തിൻ്റെ ദേവനെ ആരാധിക്കണമെങ്കിൽ പൈശാചികമായ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അത് ഒരു വലിയ കാര്യമായി കണക്കാക്കുന്നൊരു കാലഘട്ടം കൂടിയായി മാറി. യുദ്ധം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴറുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പാസിഫൈ ചെയ്യാൻ ഒരു മാർഗവുമായിട്ട്, ഒരു പരിഹാരമായിട്ട്, ഒരു സൊല്യൂഷനുമായിട്ട് അയലക്കാരൻ വരാം. അതാണ് വേണ്ടത്. പക്ഷേ അവസരം മുതലെടുത്ത് ടോട്ടൽ അനിഹിലേഷൻ ഉദ്ദേശിച്ച്, സർവനാശം ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ അവിടുന്ന് നനഞ്ഞിടം എങ്ങനെ കുഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോട് കയറി വരുന്നത് എത്ര പൈശാചികമായ കർമ്മമാണ്. പണമുള്ളവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് ശരി എന്നുള്ളൊരവസ്ഥ സംജാതമായി. കുറേ കാലങ്ങളായിട്ട് അങ്ങനെയുണ്ട്. അവർ തീരുമാനിക്കും, പണമുള്ളവൻ തീരുമാനിക്കും ഏറ്റവും നല്ല സിനിമ ഏതാ, ഏറ്റവും നല്ല സിനിമയ്ക്ക് അവാർഡ് ആർക്ക് കൊടുക്കണം, ഏറ്റവും നല്ല വർക്ക് ഓഫ് ആർട്ട് ഏതാ, സാഹിത്യ സൃഷ്ടി ഏതാ, അത് പണമുള്ളവൻ തീരുമാനിക്കുന്നൊരു കാലഘട്ടമാണ്. ഏറ്റവും നല്ല അധ്യാപിക ആരാ, സ്വാധീനവും പണമുള്ളവൻ തീരുമാനിക്കും. ഏറ്റവും നല്ല ആക്ടർ ആരാ, സ്വാധീനവും പണമുള്ളവൻ തീരുമാനിക്കും. ഏറ്റവും നല്ല ഭിഷഗ്വരൻ ആരാ, ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആരാ, ഇതെല്ലാം സ്വാധീനവും പണമാണ് എല്ലാത്തിൻ്റെയും മെഷറിംഗ് റോഡ് അല്ലെങ്കിൽ അളവുകോൽ എന്ന സ്ഥിതിയിലേക്ക് എത്തി. അതിൻ്റെ ഫലമായി മക്കളെ വളർത്തുമ്പോൾ അത് വലിയൊരു ഗൗരവമായ ഒരു സംഗതിയാണ്. ഞാനൊക്കെ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം വളരെ യങ് ഏജിൽ, വളരെ ടെൻഡർ ഏജിൽ മക്കളെ പ്രസവിച്ച കാരണം
മക്കളോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളരെയധികം കുറ്റബോധമുള്ളൊരു അമ്മയും കൂടിയാണ് ഞാൻ. വേണ്ട രീതിയിൽ, അവർ അർഹിക്കുന്ന രീതിയിൽ എനിക്ക് അവരെ വളർത്താൻ പറ്റില്ല. ഈ എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ രീതിയിൽ എൻ്റെ ഓവർ ആംബിഷൻസ് വന്ന് എന്നെ ബ്ലൈൻഡ് ചെയ്ത് അവരോട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുട്ടികളുടെ മനസ്സൊക്കെ ഞാൻ പലപ്പോഴും കാണാതെ പോയിട്ടുണ്ട്. അതിൽ ഇന്നും കുറ്റബോധമുണ്ട്. അങ്ങനെ വളർത്തി അതൊരു കുറ്റബോധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദിവ്യാംശമുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ തോന്നുന്നത്. പക്ഷേ അതവർ നന്നാവണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തെന്നല്ല. പക്ഷെ അത് അവലംബിച്ച രീതികൾ വളരെ അവരുടെ ചൈൽഡ്ഹുഡ് ഡിനൈ ചെയ്യുന്ന രീതിയായിരുന്നു. പക്ഷെ അതിലും അപ്പുറം ഏത് വിധേനയും കാശുണ്ടാക്കി, കാശാണ് മുഖ്യം, അത് ഞാൻ ചെയ്തിട്ടില്ല, കാശാണ് മുഖ്യം എന്ന രീതിയിൽ ഒരു മക്കളോട് പറഞ്ഞു കൊടുത്തുണ്ടാക്കിയ ഒരു ജനതയാണ്, അല്ലെ ഒരു ആ ജനതയെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ നക്ഷത്ര വേശ്യാലയം നടത്തിയാണ്. ആദ്യം ചെറിയ ബ്രോത്തൽ ഹൗസസ് നടത്തി, അത് കഴിഞ്ഞ് നക്ഷത്ര വേശ്യാലയം നടത്തി, എന്നിട്ടാണ് കാശുണ്ടാക്കിയിട്ടുള്ളത്. അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ലാൻഡ് വാട്ട് യു സേ എന്താ ഈ ഭൂമിക്കച്ചവടം നടത്തി ആണ് അവിടെ കാശുണ്ടാക്കിയത്. അപ്പോൾ ഏത് അസാൻമാർഗിക രീതിയിലും കാശുണ്ടാക്കിയ ഒരു പശ്ചാത്തലമാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ ഒരു പൈതൃകമുള്ളൊരു കുടുംബത്തിലെയാണ് ഡൊണാൾഡ് ട്രംപ്. അതാണ് ഇപ്പോൾ അമേരിക്കയുടെ പൈതൃകം എന്ന് നമുക്ക് പണ്ടേ ക്രിമിനൽസ് ഡിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് അമേരിക്ക. വലിയ പൈതൃകമൊന്നും അവർക്ക് അവകാശപ്പെടാനൊന്നുമില്ല. പക്ഷെ കാശ് വന്നപ്പോൾ കുറച്ച് ഒരു മേമ്പടിയായിട്ട് ഹ്യൂമാനിറ്റിയൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ ഈ ഹൈഡ് ചെയ്തിരുന്നു, അവരുടെ മാസ്ക് ചെയ്തിരുന്നു അവരുടെ യഥാർത്ഥ മുഖം. ഇപ്പം മാസ്കും മാറ്റി പുറത്തേക്ക് വന്നു. ഇതാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹം കയറി അടിക്കുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ സൈനികം പറയുന്നു, ഇതാണ് നിയമങ്ങളൊന്നുമില്ല, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്, എന്താണോ അതാണോ ശരി എന്ന് പറയുന്നു. മക്കളെ വളർത്തുന്നതിലെ പാകപ്പിഴകൾ സംഭവിക്കുമ്പോൾ ആ ഒരു കുടുംബം മാത്രമല്ല നശിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് നശിക്കുന്നത് ഇങ്ങേയറ്റത്ത് നമ്മുടെ എത്രയോ ദൂരത്ത് കിടക്കുന്ന ഏതോ ഒരു ഭൂഖണ്ഡത്തിൽ കിടക്കുന്ന നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ പോലും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭ്രാന്തൻ്റെ, ഒരു കിറുക്കിൻ്റെ പരിണിത ഫലം കാതങ്ങൾ കടന്ന്, ഭൂഖണ്ഡങ്ങൾ കടന്ന്, കടൽ കടന്ന് നമ്മളുടെ അടുത്തേക്ക് എത്തുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും അടുത്തേക്ക് എത്തിക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വരും ദിവസങ്ങളിൽ യുദ്ധം നിന്നില്ലെങ്കിൽ അതിൻ്റെ മുഖം വളരെ ഭീകരമായിരിക്കും. അപ്പോൾ നമുക്കൊന്നു പറയാനുള്ളത്, ചൈൽഡ് റെയറിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കുട്ടി നശിച്ചാൽ, അവിടെ ഒരു നാശം വന്നിട്ടുണ്ടെങ്കിൽ ആ നാശം നമ്മൾ ആ കുടുംബത്തെ മാത്രമല്ല ബാധിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ലോകം മുഴുവൻ ചുറ്റുപാടും ഒക്കെ വിഷലിപ്തമാക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ യുദ്ധം ഒരുവിധം സീസ് ഫയർ പ്രഖ്യാപിച്ച്, ഒന്നുകൂടി പറയാം, മതവും ദൈവത്തിൻ്റെയും പേരിലാണ് ഇവരൊക്കെ യുദ്ധം ചെയ്യുന്നത്. മതവും ദൈവവും ഇല്ലാത്ത കോണ്ടിനെൻസിലൊന്നും അല്ല, കൺട്രീസിലൊക്കെ ഹാപ്പി കൺട്രീസ്, ഹാപ്പി നേഷൻസ് ഉണ്ട്, അവിടെ നിന്ന് യുദ്ധമൊന്നും കാര്യമായിട്ടില്ല. ദൈവം പറഞ്ഞിട്ടില്ല യുദ്ധം ചെയ്യാനും മനുഷ്യനെ ദ്വേഷിക്കാനും ശത്രുത മനോഭാവത്തോടു കൂടി കാണാനൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഈ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ മനുഷ്യൻ തമ്മിൽ സംഘർഷം, എഗ്നോസ്റ്റിക് ആവുന്ന, നമുക്ക് കാണാത്ത സംഗതികളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അതാണ് മതം, അതാണ് ദൈവം, അത് മനസ്സിലാക്കാതെ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ദേഷിക്കുന്നത് എത്ര മൂഢത്തരമാണ്. ഇതൊക്കെ ഒരു കൈപ്പിഴകളാണ്. ഈ ഭരണാധികാരികളൊക്കെ കൈപ്പിഴകളാണ്. അവരുടെ അച്ഛനമ്മമാർക്ക് പറ്റിയ കൈപ്പിഴകളാണ്. വേണ്ട രീതിയിൽ സഗൗരവം മക്കളെ വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്ക് എൻ്റെ ആസ് എ മദർ ഞാൻ എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഓരോ ദിവസവും അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട്, അത്തരം കാര്യമില്ല. അത് എന്നെ മാത്രം ബാധിക്കുന്ന
ഒരു പ്രശ്നമാണ് ആയിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷെ പുറത്തു വന്ന് മറ്റുള്ളവർക്കും കൂടി ദോഷം വരികയാണെങ്കിൽ അത് വലിയ എൻ്റെ മക്കൾ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പരാജയപ്പെട്ടതുകൊണ്ട് എൻ്റെ മക്കൾക്ക് പലതും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതേപോലെ പലതും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടാവാം ഡൊണാൾഡ് ട്രംപിന്. അത് വളരെ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് വളരെ ഫാർ റീച്ചിങ് ആയി. അപ്പോൾ നമുക്ക് വളരെ ദിവ്യത്വമായിട്ടുള്ളൊരു ജോബാണ്, ഒരു ജോലിയാണ് ചൈൽഡ് റെയറിങ് എന്നുള്ളത്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുന്നതാണ്. വേണമെങ്കിൽ 25-30 കൊല്ലം നമ്മൾ വളരെയധികം ആസ്വദിച്ച് ജീവിച്ചതിന് ശേഷം വളരെ നമുക്ക് പക്വമാണോ കുഞ്ഞുങ്ങളെ വളർത്താൻ എന്ന അവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലത്തെ ലോകം മുഴുവൻ നാശം വിതയ്ക്കാൻ ശക്തിയുള്ള വിനാശശക്തിയായിട്ട് പേറി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടതായിട്ട് വരും. അമേരിക്കക്കാർക്ക് ഇപ്പോൾ ഭയങ്കര അവർ വളരെ ഭൂരിപക്ഷം നോക്കിയിട്ട് എല്ലാം തന്നെ സൈറ്റൻ വർഷിപ്പിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ അവിടുത്തെ പണക്കാർ മുഴുവൻ അവർ കുഞ്ഞുങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരക്കാർക്ക് ജന്മം കൊടുക്കാതിരിക്കുക നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിച്ച് ഇനിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണം, അതിന് നമ്മൾ പക്വമായിട്ടുണ്ടോ, നമുക്ക് അതിനുള്ള ദിവ്യത്വം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടും ചിന്തിച്ചും വളരെ ആലോചിച്ചും ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് നമുക്ക് പറയുന്ന എന്നതിൽ വിശ്വസിക്കുന്ന നമ്മൾ ഭാരതീയർ അതിലാണ് വിശ്വസിക്കുന്നത്. അത് അവർക്ക് ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്നല്ല, അവരുടെ സുഖം കെടുത്തിക്കഴിഞ്ഞിട്ട് അന്യൻ്റെ സുഖം കെടുത്തിക്കഴിഞ്ഞെന്ന് എനിക്ക് മാത്രം സുഖം കണ്ടെത്തണം എന്നുള്ള ഒരു ഫിലോസഫി പേറുന്ന ഒരു പറ്റം ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പക്വമായിട്ടുള്ള മനസ്സല്ലാതെ മക്കളെ റെയർ ചെയ്യുകയാണെങ്കിൽ. നന്ദി, നമസ്കാരം.